என்னாச்சு? ஏமா அவர் எப்போ பார்த்தா என்கிட்ட எரிஞ்செரிஞ்சு விழுந்துட்டே இருக்காரு. நீங்கள் 2 பேரும் லவ் பண்ணித்தானே கல்யாணம் பண்ணீங்க, അതുക്കുள்ளே എന്നാச்சு? ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഏട്ടനുള്ളിൽ ഇങ്ങനത്തെ ക്യാരക്ടറിനെ കണ്ടിട്ടേ ഇല്ല. എനിക്ക് പ്രണയിക്കാനേ കഴിയുന്നില്ല. കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. உங்களுக்கு திடீர்னு கல்யாணம் பண்ணிட்டீங்க. ஒய்ஃபை எப்படி கவனிக்கிறதுன்னு அவனுக்கு தெரியறதில்லை. நீ வேணா பாருமா, கொஞ்ச நாளையில் எல்லாம் சரியாயிரும். ஒரு காரியம் பேசிக்கிட்டு இருந்தது. சொல்றதுக்கெல்லாம் ஒன்றும் இல்லை. சாப்பிட்றதுக்கு எடுத்து வைக்கட்டா? നിങ്ങൾ 2-3 വർഷം പ്രണയിച്ചിൽ വിവാഹം ചെയ്തേ, പിന്നെന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നമെന്ന് അമ്മ ചോദിച്ചു. അതിന് നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് നിന്നെ ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രണയിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് ദൂരം ബൈക്കിൽ കെട്ടിപ്പിടിച്ച് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കുമ്പോൾ, പിണങ്ങിയിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ കെഞ്ചി വരുന്ന, ആശ്വസിപ്പിക്കുന്ന കിച്ചുനെ ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുണ്ട്. ആ കിച്ചു അല്ല ഈ കിച്ചു. ഇത് കെഞ്ചാത്ത കിച്ചു, കെഞ്ചില്ല കിച്ചു, കെഞ്ചുന്നതിൽ കഞ്ചം കാണിക്കുന്ന കിച്ചു, കഞ്ചൻ കിച്ചു. മോളെ ഐഷുമ, പ്രണയമല്ല ജീവിതം, അത് വെറും വാഗ്ദാനങ്ങളാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് ജീവിതം, റിയാലിറ്റി. പിന്നെ നീ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ഫണ്ണി വീഡിയോസ്, കപ്പിൾസ് വിദേശ രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഫണ്ണി വീഡിയോസ്, ഇതെല്ലാം വെറും കുറച്ചു നേരത്തെ സന്തോഷം മാത്രമാണ്. ആന വായ തുറക്കുന്നത് കണ്ട് അണ്ണാൻ വായ തുറക്കരുത്, ചത്തുപോവും. കുറച്ചു നേരത്തെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങളെ ജീവിതകാലം മുഴുവൻ കരയിപ്പിക്കണോ? மா, உன்னோட ഫോൺ ரொம்ப നേരമാ അടിച്ചുകിട്ടേ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറി വരരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എടി, ഞാൻ കെട്ടാൻ പോവാ. എടുത്തു ചാടി ഇപ്പൊ തന്നെ ഒന്നും കെട്ടാൻ നിൽക്കണ്ട. അതെന്നാണ് നീ അങ്ങനെ പറഞ്ഞേ? നീയാണല്ലോ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നേ. അത് അന്ന്. ഇന്ന് അവന് നിന്നുള്ള സ്നേഹം കല്യാണം കഴിഞ്ഞ് ഉണ്ടാവണമെന്നില്ല. എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. അവൻ മുത്ത. നിന്റെ ഓഫീസിലെ വേക്കൻസിന്റെ കാര്യം HR-നോട് നീ എനിക്ക് വേണ്ടി നല്ലപോലെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണേടി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഐഷു, നീ ഓക്കെ അല്ലേ? അല്ലടി. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ആരാ ഫോണില്? ഫ്രണ്ട്. ഓ, ഫ്രണ്ട്? അതോ ബോയ് ഫ്രണ്ട്, ബെസ്റ്റി ഫ്രണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്? ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിറയെ കൊളീഗ്സിനെ കിട്ടില്ലേ, മെജോറിറ്റി ബോയ്സ്. 11 മണിക്ക് ചായ. ഐഷു, എനിക്കും ഒരു കപ്പ് ടീ എടുത്തേക്കണേ. ഉച്ചയ്ക്ക് ലഞ്ച്. നിന്റെ കയ്യിലുള്ള ഫുഡ് അവൻ പിടുങ്ങി തിന്നുന്നു, അവന്റെ കയ്യിലുള്ളത് നീ മേടിച്ച് കഴിക്കുന്നു. ഫുൾ എൻജോയ്. വൈകുന്നേരം നിന്റെ ബസ് മിസ്സാവും, അവൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാന്ന് പറയും. നമ്മുടെ വീടിന്റെ 2 വീട് മുന്നിൽ നിന്നെ കൊണ്ട് ഇറക്കുന്നു. ആ ബന്ധം വഷളാകും. നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയും അല്ലേ? പറയ്. கொஞ்ச நேரமாவது அந்த பிள்ளைவ சந்தோஷமா இருக்கறக்கு விடுவியாடா நீ?
നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി വരരുതെന്നും ഞാൻ സംസാരിക്കുമ്പോൾ അതിൽ ഇടപെടരുതെന്നും. നീ ജോലിക്കല്ല, നീ ഒരു മൊയിലിക്കും പോലും. பரவாயில்லம்மா, சங்கடப்படாத. എനിക്കിന്ന് ഇന്റർവ്യൂ ഉണ്ട്, പോണം. ഞാൻ പോകും. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പേ സംസാരിച്ചതല്ലേ. എന്റെ അനുവാദത്തോടു കൂടി നീ ഇവിടുന്ന് പോകില്ല. എനിക്ക് ഇവിടെ നിന്ന് പോകാൻ നിന്റെ പെർമിഷൻ ഒന്നും വേണ്ട. ഞാൻ തീരുമാനിച്ചാൽ മതി. പിന്നെ ഇത്രയും കാലം ഞാൻ നിന്നെ സഹിച്ചത് ആ പാവ അമ്മയെ ഓർത്തിട്ടാണ്. ഐഷോ, നീ എന്താ ഇങ്ങനെ? എന്നും വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ച്? ഇങ്ങനെയാണോ നമ്മൾ സ്വപ്നം കണ്ട ജീവിതം? ഇങ്ങനെയാണോ നിന്നെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും എന്നെ കരയിപ്പിക്കുന്നത് വാക്ക് തന്നിട്ട് ഈ വീട്ടിൽ ഞാൻ കരയാത്ത ഒരു ദിവസം പോലും ഇല്ല. എന്ന് സ്നേഹം മാത്രം തരാൻ അറിയണ ഈ അമ്മയില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ എന്നോ ഉപേക്ഷിച്ച് പോയെന്നെ. നീ പറഞ്ഞത് ശരിയാ. നമ്മൾ സ്വപ്നങ്ങളുടെ ജീവിതമല്ല ജീവിച്ചുകൊണ്ടിരിക്കണം. വിവാഹത്തിന് മുന്നേ ഞാൻ നിനക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. അതിലൊന്നുപോലും നിറവേറ്റി തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പ്രണയിക്കുന്ന സമയത്ത് പോലും നമ്മൾ ഇക്കണക്കിന് വഴക്കിട്ടിട്ടില്ല. എന്നെ മുഴുവനായിട്ട് മാറ്റിയെടുത്തു. ആര്? അമ്മ. ദേ, അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ. നീ ഇതുവരെ കണ്ട അമ്മയല്ല, അമ്മയ്ക്ക് വേറൊരു മുഖം കൂടിയുണ്ട്. அவ ரொம்ப அழகா இருக்கிறா. உன்னோட நிம்மதியான வாழ்க்கைக்கு അവ ശരിപ്പെട്ട് വരുവാണ് തോന്നലെ. അമ്മ ഐഷു മുത്താണമ്മ. എനിക്ക് അവളെ കല്യാണം കഴിച്ചാലേ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അമ്മ. പ്ലീസ് അമ്മ. டேய், நான் சொல்கிறத கேளு. ஆசை 60 நாள், மோகம் 30 நாள், 90 நாள் தான் ஆசைப்பட்ட வாழ்க்கை கிடைக்கும். ஆனால் இனிமேல் தான் நீ வாழ்க்கையே தொடங்க போகிற. அவளுக்கு சாப்பாட்டுக்கு வேண்டி ஓடணும், அவளுக்கு துணிமணிக்கு வேண்டி ஓடணும். உங்கள்கிட்ட பைசா இல்லாட்டி அவள் மதிக்க மாட்டா, കുറെ ചൊല്ലിക്കിട്ടേ ഇരുപ്പാ. അവൾ അങ്ങനെയൊന്നും അല്ലമ്മ, നല്ല കുട്ടിയാണമ്മ. അമ്മ പ്ലീസ് അമ്മ. சரி, அந்த பொண்ணை கல்யாணம் பண்ணுறக்கு ஒத்துக்கிறேன். ஆனால் என்னோட பையன் நான் சொல்கிற பேச்சை தான் நீ கேட்கணும். അമ്മ എന്ത് പറയാൻ കേക്കാ? അമ്മ എന്ത് പറയാൻ കേക്കാ? படித்த பொண்ணு மொபைல் யூஸ் பண்ணுறது நல்லதல்ல, நம்ம குடும்பத்துக்கு ஒத்து வராது. உன்னோட முகத்தை பார்த்து பேசுறதுக்கு அவ பயப்படணும். அந்த மாதிரி நீ வச்சிருக்கணும். வீட்டில் இருக்க வேண்டிய பொண்ணு വേലയ്ക്ക് പോണാ നമ്മ ഗൗരവം എന്നെ ആകരുത്. നാളെ ഒരു ജോലി സെറ്റായിട്ടുണ്ട്, ഞാൻ പൊക്കോട്ടെ. ജോലിക്കാര് എന്നോട് സംസാരിക്കരുതെന്ന് ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താടി ഇത്? அவகிட்ட ரொம்ப சிரிச்சு சிரிச்சு பேசிட்டு இருக்காத, ஒருவாடு ஆட்டம் போட தொடங்கிடுவா. അപ്പൊ ഇത്രയും ദിവസം നിന്റെ നേർക്കുണ്ടാക്കിയ വഴക്കും പണക്കവും സ്വമത ഉണ്ടായതില്ല, അമ്മ ഉണ്ടാക്കിയതാണല്ലേ? നീ ടെൻഷൻ ആവാതെ. നിന്നെ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു, എൻ്റെ അമ്മനെ കാണുന്ന പോലെ. ഇനി ഇതുപോലൊന്നും സംഭവിക്കാതെ നോക്കിക്കോളാം. നീ ക്ഷമിക്ക്, എല്ലാം മറന്നു കളാം. അപ്പൊ ഇനി എന്താ പരിപാടി? എല്ലാം നീ പറയുന്ന പോലെ. അപ്പൊ തള്ളനെ ഇനി എന്താ ചെയ്യേണ്ടത്? എന്ത് വേണേലും ചെയ്തോ, പക്ഷെ
ഉപദ്രവിക്കരുത്. ഷുഗർ, പ്രഷർ, വെരിക്കോസ് വെയിൻ, ഇപ്പൊ ശ്വാസം മുട്ടലും തുടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പിച്ചിട്ട് കൂടുതലാ, ഞാൻ മാറ്റി കൊടുത്തോളാം. ഇനി എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഉം. எங்கே போகிற? ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ടമ്മ, ഞാൻ പോയിട്ട് വരാം. உன்னோட புருஷன் தான் வேலைக்கு போக வேண்டாம்னு சொல்லுது, பின்ன எதுக்கு பிரச்சனை பண்ற? ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ അമ്മ. பிரச்சனை இல்லையா? ഞാൻ ജോലിക്ക് പോകുന്നതിൽ കിച്ചൺ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല. എന്നാ ഞാൻ പെട്ടെന്ന് പോയി വരാവേ. ശരി. ஏம்மா, கொஞ்சம் சுடு தண்ணி எடுத்துட்டு வர்றியா? ആ അമ്മ, കായ ഒളിക്കുന്ന തോന്നണേ. അമ്മ തന്നെ പോയി എടുത്തോളൂ. അമ്മ, കുറച്ച് ചൂടുവെള്ളം എനിക്കും ചേർത്തെടുക്കാവോ? എന്നോட കളി. ஏம்மா, வாஷிங் மிஷினில் துணி போட்டிருக்கேன், எடுத்து காய போடு. അമ്മ, എനിക്ക് വർക്ക് പ്രിപ്പറേഷൻ ഉണ്ട്, അമ്മ തന്നെ ഒന്ന് എടുത്ത് ഉണക്കാണ്ടാവോ? ഹലോ, എവിടെ നീയേ? ആ, ഇപ്പൊ വരാം. അമ്മയെ ഒന്ന് സഹായിക്കായിരുന്നു. ഇത്രയും കാലം ദ്രോഹിച്ചതല്ലേ, അതിന് ഞാൻ കുറച്ചെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? மா, டீ போடுறதுக்கு டைம் ஆச்சு, டீ போடுறியா? അമ്മ, ഞങ്ങൾക്ക് ചേർത്ത് ഇങ്ങനെ വെച്ചോളൂ. കറക്റ്റ് അല്ലേ? Dun dun dun.